ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അഹമ്മദാബാദിലെ ആകാശ ദുരന്തം ഇപ്പോൾ അഹമ്മദാബാദിനെ അല്ലെങ്കിൽ ഇന്ത്യയെ നടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ലോകത്തെ തന്നെ നടുക്കിക്കൊണ്ടുള്ളൊരു വിമാന ദുരന്തം, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ലണ്ടനിലേക്ക് പോവുകയായിരുന്നു. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്നു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്, അല്ലെങ്കിൽ ഇടിച്ച് വീണതെന്ന് പറയാം, തകർന്നു വീണതെന്ന് പറയാം. അതായത് വിമാനം പറന്നുയർന്ന് കുറച്ച് മിനിറ്റുകൾക്കകം പൈലറ്റ് സന്ദേശം അയക്കുന്നു, വിമാനം പൊങ്ങാനാവുന്നില്ല അല്ലെങ്കിൽ പൊങ്ങുന്നില്ല എന്നൊരു സന്ദേശം അയക്കുന്നു. പക്ഷേ തിരിച്ച് പൈലറ്റുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു. അതായത് വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ജനവാസ മേഖലയിലേക്കാണ് വിമാനം തകർന്നു വീണത്. ഒരു ഹോസ്റ്റലിലേക്കാണ് വിമാനം തകർന്നു വീണത്. ഹോസ്റ്റലിലുള്ള 5 വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം 50ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതോടൊപ്പം വിമാനത്തിൽ 242ഓളം യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് 169 ഇന്ത്യക്കാരും 61 വിദേശ പൗരന്മാരും. അതായത് വിദേശികൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, അതോടൊപ്പം പോർച്ചുഗീസിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, കാനഡിയയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 242 പേരും മരിച്ചുവെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപേണയും ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ആദ്യമൊക്കെ വിജയ് രൂപേണ ടിക്കറ്റ് എടുത്തു, പിന്നീട് യാത്ര ചെയ്തില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പരിക്കുകളാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതിനുശേഷം അദ്ദേഹം അതിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുശേഷം പരിക്കുകളായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. അതിനുശേഷം അദ്ദേഹം മരിച്ചു എന്നുള്ള ഔദ്യോഗികമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ 242 പേരായിരുന്നു ആ വിമാനത്താവളത്തിലുണ്ടായിരുന്നത്. എല്ലാവരും മരണമടഞ്ഞു എന്നുള്ളൊരു ദുഃഖ വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്നും അഹമ്മദാബാദിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. എയർ ഇന്ത്യയുടെ A171 ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അതായത് വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കകം അപകടത്തിൽപ്പെടുകയായിരുന്നു. ഒരു ജനവാസ മേഖലയിലേക്ക് തകർന്നു വീണ് അതോടൊപ്പം തീ പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് സംഭവങ്ങളുണ്ട്. മരണസംഖ്യ ഇനിയും കൂടിയേക്കാം, കാരണം അവിടെയുള്ളവർക്കൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. 50ഓളം പേർക്കോളം പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിപ്പോൾ കൂടിയേക്കാം. അങ്ങനെയാണെങ്കിൽ 242 എന്നുള്ളത് ഇനിയും, അല്ലെങ്കിൽ 242 ഉണ്ട്, അതോടൊപ്പം 5 വിദ്യാർത്ഥികളുണ്ട്, അതിലും ഇനിയും മരണസംഖ്യ കൂടിയേക്കാം. ഏതായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി അല്പസമയത്തിനകം അവിടേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത്. സ്ഥിതിഗതികൾ രാജ്യമൊട്ടാകെ എല്ലാവരും വീക്ഷിക്കുന്നു. അതോടൊപ്പം ലോകരാജ്യങ്ങൾ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റഷ്യ സഹായവും ഹസ്തവുമായിട്ട് റഷ്യ മുന്നിട്ട് വന്നിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളും, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, മറ്റ് രാജ്യങ്ങൾ, യുക്രൈൻ ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്, തങ്ങളുടെ ദുഃഖം പങ്കുവച്ചിട്ടുണ്ട്. അതിൽ റഷ്യയാണ് ഇപ്പോൾ ആദ്യം സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് വന്നത്. ഇനി ബാക്കിയുള്ള രാജ്യങ്ങളും മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്ത്യയെ നടുക്കിയ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ വിമാനത്ത് ദുരന്തമാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ഒരാഴ്ച നോക്കുമ്പോൾ കൂടുതലും ദുരിത വാർത്തകളാണ് നമ്മളെ തേടിയെത്തുന്നത്. അതായത് കപ്പൽ അപകടം, അതോടൊപ്പം ബസ് അപകടം, കെനിയയിലെ ബസ് അപകടം, ഫസ്റ്റ് കോഴിക്കോട് വന്ന ആ ഒരു കപ്പൽ അപകടം, അതിനുശേഷം കെനിയയിലെ ആ ഒരു ബസ് അപകടം, ഇപ്പോഴത്തെ അഹമ്മദാബാദിലെ വിമാനാപകടം. അങ്ങനെ അത്ര ശുഭകരമായ വാർത്തകളല്ല ഈ ഒരാഴ്ച എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഒരു മലയാളി നേഴ്സും ഉണ്ടെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഒരു മലയാളി നേഴ്സും ഉണ്ടായിരുന്നു. അതോടൊപ്പം 2 നവജാത ശിശുക്കളടക്കം 13 കുട്ടികളും മരിച്ചു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഒരു മലയാളി നേഴ്സ് മരിച്ചു, അതോടൊപ്പം 2 നവജാത ശിശുക്കളടക്കം 13 കുട്ടികളും മരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.